ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉച്ച വരെയൊക്കെ ഭംഗിയിൽ എടുത്തു വന്നതാണ്. ഉച്ച കഴിഞ്ഞിട്ട് ഒരു ഇടിവെട്ടും മഴ അങ്ങോട്ട് വന്നു. അതിലെന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. നമ്മൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടായില്ല, എന്നാലും കുറേയൊക്കെ പ്രശ്നങ്ങളുണ്ടായി. പരിയപ്പുറത്ത് കുറേ ചട്ടികളൊക്കെ പറന്നുപോയി, പാത്രങ്ങളൊക്കെ പറന്നു. അടുക്കളയിൽ മൊത്തം എന്തുണ്ടായെന്ന് എനിക്കറിയില്ല. അടുക്കളയിലൊക്കെ ഒരു ഒരു എന്താ പറയുക, ഒരു കുലുക്കം വരെയായിട്ട് കുറേ സാധനങ്ങൾ താഴേക്ക് വീണു. മുകളിൽ ടെറസിൻ്റെ മുകളിലത്തെ ഫുൾ ചട്ടികൾ താഴെ വീണു. അങ്ങനെ മൊത്തം അകത്തേക്ക് വെള്ളം കയറണ പോലെ വന്നു. അങ്ങനെ മൊത്തം ഭയങ്കര പ്രശ്നമായിരുന്നു. അതുകൊണ്ട് അതുവരെയുള്ള വീഡിയോസാണ്. പിന്നെ ലാസ്റ്റത്തെ മാത്രമുള്ളൂ. കറണ്ട് ഇവിടെ ഇല്ല. 2 ദിവസത്തേക്ക് ഇനി പ്രതീക്ഷിക്കേണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ പതിവ് പോലെ രാവിലെ എണീറ്റ് നമ്മളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തോമു നേരത്തോടെ ക്ലാസ്സിൽ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കണേന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ദേ കിച്ചണിൽ കയറി. അപ്പോൾ ഇന്ന് എന്തിട്ടായിരുന്നു, നൂലപ്പമായിരുന്നു കേട്ടോ. നൂലപ്പം, നിങ്ങൾ കുറേ പേര് ഇടിയപ്പം എന്നല്ലേ പറയുക. അപ്പോൾ നമ്മുടെ തോമുവിന് ഫേവറേറ്റാണ് ഇടിയപ്പം. അപ്പോൾ അതുകൊണ്ടാണ്, അപ്പോൾ അവനും കൂടി സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതനുസരിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്താ, നമ്മൾ തലേ ദിവസമൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പകൽ വേഗം പരിപാടി കഴിയും. അപ്പോൾ നൂലപ്പം മുട്ടക്കറിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചായയും കാര്യങ്ങളൊക്കെ വെച്ച്, അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞു, ഇന്നലത്തെ രാത്രിയിൽ നമ്മൾ കോഴിയും കുമ്പളങ്ങയും വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അതും മറ്റേ ചാള വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ഈസ്റ്ററിൻ്റെ മുമ്പ്. അപ്പോൾ അതൊന്ന് വർക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് മതി ഇന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വളരെ ലൈറ്റായിട്ടുള്ള ഫുഡ് ഇനി നമുക്ക് ശീലിക്കണം എന്ന് പറഞ്ഞേക്കാം. എത്ര ദിവസം പോകും എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ പണികളും കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഡിവൈൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വെറുതെ ഇരിക്കാൻ പറ്റാണ്ട് ഡിവൈൻ പോയിട്ട് സാമ്പാറും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ രാവിലത്തെ പരിപാടി കഴിഞ്ഞത് ചാക്കോച്ചനെ കൊണ്ടുപോവാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ചാക്കോച്ചനെയും കൊണ്ടുപോയി ഒരു കുളി കഴിഞ്ഞിട്ട് അവനെ കിടത്തി ഒന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുത്തിയിട്ടാണ് പിന്നെ ഉച്ചയാകുമ്പോഴാണ് ഇറങ്ങി വരിക കേട്ടോ. അപ്പോഴത്തേക്കും ഞാനിവിടുത്തെ രാവിലത്തെ ആ പാക്കിങ്ങും കാര്യങ്ങളും കഴിയും. അപ്പോൾ എനിക്ക് ശല്യമില്ലാണ്ടിരിക്കാനാണ് കേട്ടോ ഡിവൈൻ കുട്ടിയെയും കൊണ്ട് മുകളിലേക്ക് പോണത്. കാരണം അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇരിക്കുന്നിടത്ത് വന്നിരുന്ന് കസേരമ്മ കയറിയിരുന്ന് അതുമൊന്ന് വീഴ്ച, അതൊക്കെയാണ് അവൻ്റെ പണി. അപ്പോൾ ഇത് നമ്മുടെ ഓച്ചുവിൻ്റെ അതേ സ്വഭാവമാണ് ചാക്കോച്ചനും കിട്ടിയിട്ടുള്ളത്. ഒരു ബാഗോ ഒരു സഞ്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കുറേ കുട്ടി സാധനങ്ങൾ പെറുക്കിയിട്ട് അതും കൊണ്ട് ഇങ്ങനെ നടന്നോളൂ കേട്ടോ. ഇത് തന്നെയായിരുന്നു ഓച്ചുവിനും ചെറുപ്പത്തിലെ ശീലം. അപ്പോൾ അവിടെ കോട്ടയത്ത് പോയിട്ടും ഇത് തന്നെയായിരുന്നു ഇത്ര ചാക്കോ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കവർ എടുത്തിട്ട് കുറേ തുണികൾ ഇങ്ങനെ കിട്ടിയതൊക്കെ ഇട്ടിട്ട് നടക്കലായിരുന്നു അവൻ്റെ പണിയെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സമയത്ത് ചാക്കോച്ചൻ അവിടെ ഇരുന്ന് അങ്ങനെ ടി വി കണ്ടു. ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി നിൽക്കുമ്പോഴാണ് ഡിവൈൻ ഇങ്ങനെ വെറുതെ നിൽക്കുന്ന നേരം രാത്രിയിലേക്ക് പരിപാടി അവസാനിപ്പിക്കാന്ന് വെച്ചിട്ട് രാത്രി ചപ്പാത്തിക്കുള്ള ചിക്കൻ കറി ഉണ്ടാക്കി. വറുത്തരച്ച ചിക്കൻ കറി ആയിരുന്നു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതപ്പോൾ സമയം കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാമല്ലോ. അപ്പോൾ അതും പിന്നെ എന്തുട്ടായിരുന്നു, നാളേക്കുള്ള ഇഡ്ഡലിക്കുള്ള സാമ്പാറും റെഡിയാക്കി വെച്ചു. അപ്പോൾ ഞാൻ ഇതൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇന്ന് ഡ്രീം കളക്ഷൻസിലെ വീഡിയോസിൽ ഇതാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഫോട്ടോസ് കുറച്ച് ഇതിലും കൂടി കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. കാരണം ഈ ഫോണിലാണ് ഞാൻ ഈ ഫോട്ടോസും കാര്യങ്ങളും എടുക്കുക അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അതിൽ വളരെ ഒരു 3-4 എണ്ണം മാത്രം കേട്ടോ. ഇത് ഞാൻ ഇന്നലെ ഇതുപോലെ സ്റ്റാറ്റസ് ഇടുക അങ്ങോട്ട് ചെയ്തപ്പോൾ 1-2 പേര് കണ്ടു. അത് അല്ല, സ്റ്റാറ്റസ് ഇടല്ല, ഒരാൾ ഒരു മണിമാല ചോദിച്ചത്. അപ്പോൾ ഞാൻ ഇത് മൊത്തം എടുത്ത് കാണിച്ചു കൊടുത്തപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ അത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് എടുത്തത്. അപ്പോഴേക്കും 2-3 മണിമാല കാര്യങ്ങൾ. മണിമാല എപ്പോഴും ഡിമാൻഡുള്ള, ഇതാണ് മണിമാല കേട്ടോ, എപ്പോഴും ഡിമാൻഡുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ആ 3-4 കാണിച്ച ഐറ്റംസ് വേഗം ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൽ കൂടെ കാണിക്കണത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല കളക്ഷൻസാണ്. അപ്പോൾ ഇതിൻ്റെ അധികം ഇത് കാണാനായിട്ട് നമ്മുടെ ഡ്രീം കളക്ഷൻസ് നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ തോമു സ്കൂളിൽ നിന്ന് വന്നു. ഡോൺ ഭക്ഷണം കഴിക്കണു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കൂട്ടാമണിയൊക്കെ വേഗം കഴിച്ച കാരണം ഫുഡും കാര്യങ്ങളൊക്കെ നേരത്തെ. അപ്പോൾ ഡിംപിൾ ഇന്ന് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ മമ്മിയും ആൻറ്റിയും ഡിംപിൾ ആൻസന അവർ ഒന്നിച്ച് വന്നിട്ട് പിന്നെ നമ്മൾ ചട്ടി വാങ്ങിക്കണ കടയുണ്ടല്ലോ മാടക്കത്ര, അവിടെ നിന്ന് കുറേ ചട്ടികൾ വാങ്ങിയിട്ട് മടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചാള വറുത്തതും കുറച്ച് ചോറും കുറച്ച് കോഴിയും കുമ്പളങ്ങയും കൂടിയിട്ട് കഴിച്ചു. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വളരെ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഊണ്, നമ്മുടെ പണ്ടത്തെ നമ്മൾ വീടുകളിലൊക്കെ കഴിക്കുന്ന ഒരു സാധാരണ നാടൻ ഊണെന്നൊക്കെ പറയില്ലേ അത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പാദ്യപുറവും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം അപ്പം ഞാൻ നോക്കിയപ്പോഴാണ് കണ്ടത് നമ്മുടെ കുക്കറിൽ നല്ല ഉള്ളി സാമ്പാർ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതാ രാത്രിയിലേക്കുള്ള ചിക്കൻ, വറുത്തരച്ച ചിക്കൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളുടെ മറ്റേ എന്തുട്ടാണ്
ഉഴുന്ന് വെള്ളത്തിലിട്ടുണ്ട്, അരിയും. ഇത് ഞാൻ അരിയും ചോറും കൂടിയിട്ട് മിക്സിയിൽ അടിക്കാനായിട്ട് ഞാൻ ഒരു അപ്പം കണ്ടു, അതിന് വേണ്ടിയിട്ട് അടിക്കാൻ വേണ്ടി കുതിരയിട്ടതാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ എല്ലാ സെക്ഷനും കഴിഞ്ഞ് അപ്പോഴൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ നല്ല ചൂടായിരുന്നു, നല്ല സാധാരണയുള്ള പോലെ നല്ല ചൂടായിരുന്നു. അങ്ങനെ ഇതൊക്കെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ആദ്യം വിചാരിച്ചു കിടക്കണ്ട, എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിൽക്കാം. കാരണം ഇന്ന് രാവിലെയൊക്കെ ഇന്നലെ രാത്രി തൊട്ട് നല്ലോണം കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്രങ്ങളൊക്കെ ഡിവൈൻ ഓൾറെഡി കഴുകി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതൊന്ന് പെറുക്കി എടുത്ത് വെക്കുക എന്നുള്ളൊരു പണിയുള്ളൂ. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിഞ്ഞ് അപ്പോൾ ഡിമ്പിൾ വരുമ്പോഴേക്കും ഇരുന്ന് വർത്താനം പറയാമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ കറികളൊക്കെ നേരത്തെ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ നമ്മൾ പറയില്ലേ, ദൈവം മുൻകൂട്ടി എന്തെങ്കിലുമൊക്കെ തീരുമാനിച്ചിട്ടാണ് നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുക എന്നുള്ളത്. അങ്ങനെ ഉച്ചയ്ക്ക് അപ്പോൾ ഇവിടെ ഞാൻ വിചാരിച്ചു ഇത് വൈകുന്നേരം എന്തായാലും ഞാൻ ഒതുക്കണതല്ലേ, അപ്പോൾ ഒതുക്കാം, ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ പോയിട്ട് കിടന്നു കേട്ടോ. അങ്ങനെ ഞാൻ കിടന്ന് ഉറങ്ങണ്ടെന്നൊക്കെ വിചാരിച്ചെങ്കിലും സുഖമായിട്ടൊന്ന് ഉറങ്ങി. അപ്പോൾ തുണികൾ തേച്ചതും ഇതൊക്കെ നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും, അവിടെ വെച്ചതാണ്. പിന്നെ ഞാൻ അത് എടുത്ത് വെച്ചിട്ടില്ല, ഇന്നും കട്ടിൽമേലേക്ക് ആയിട്ടുള്ളൂ. അപ്പോഴാണ് നമ്മുടെ പാച്ചുവിൻ്റെ വീഡിയോ ഇങ്ങോട്ട് അയച്ചത്. അവർ റെഡി ആയിട്ടിരിക്കുകയാണ്, അപ്പോൾ ലോഗ് ഓഫ് ചെയ്തതിന് ശേഷം പോരാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നു. അപ്പോൾ അവൻ അപ്പയുടെ അടുത്ത് നിന്ന് കളിയാണ് കേട്ടോ. അപ്പോൾ അപ്പം അന്ന് ബാംഗ്ലൂർക്ക് പോവും. അപ്പോൾ പോകുമ്പോൾ ഡോണിനൊന്ന് കൊണ്ടാക്കി കൊടുക്കണം. അങ്ങനെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചർച്ചയൊക്കെ ചെയ്തിട്ട് ഇരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൻ വർക്ക് ചെയ്യുന്നിടത്ത് ദൈവൻ പോയിട്ട് കളിക്കണതും പഠിക്കണതും ഇപ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര അടുപ്പാണ് ഇവർ രണ്ടുപേരും കേട്ടോ. അപ്പാന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ ആരുടെ കൂടെയാണോ അവരുടെ കൂടെയാണ്, അങ്ങനെയാണ്. അപ്പോൾ അച്ഛനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പയും മോനും കൂടിയിട്ടുള്ള നല്ല കളിയും ബഹളവും അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് ദിവസം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിതേ ചായ കുടിച്ച് അപ്പോൾ ഡിമ്പിൾ പറഞ്ഞു ഓൾറെഡി ഞങ്ങളിതാ ഇറങ്ങായി. ഞങ്ങൾ 5:30 ആകുമ്പോഴേക്കും എത്തും. കാരണം ആൻസന് പാലക്കാട് നിന്നാണ് പോണത്, സിദ്ധുവിൻ്റെ കൂടെയാണ് പോണത്. അപ്പോൾ എത്തും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേഗം മറ്റേ അരിയും ചോറും ഞാൻ പറഞ്ഞല്ലോ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് അടിച്ചു റെഡിയാക്കി വെച്ചു. അത് കഴിഞ്ഞ് ഡിവൈൻ എണീറ്റിട്ട് ദോശമാവിലേക്കുള്ളത് അടിക്കാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോഴേക്കും മഴ പെയ്തു. അപ്പോൾ ഡോൺ വന്ന് തോമൂനെയും കൊണ്ടുപോയി ആൻസനെ കൊണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇവർ പ്ലാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആനിയാൻ്റെയും മമ്മീൻ്റെയും ഡിമ്പിളും ആൻസനും അവിടെ നിന്ന് വന്ന് വെള്ളാങ്കല്ലൂർ വന്ന് ആനിയാൻ്റീനെ എടുത്ത് നേരെ ചട്ടി വാങ്ങിക്കാൻ പോയി. അവിടെ നിന്ന് ആൻസൻ ഡോൺ കൊണ്ടാക്കണു, ഡിമ്പിളിനെ ഇവിടെ ആക്കിയിട്ട് അവർ ചട്ടിയും കൊണ്ട് മടങ്ങണു. മാത്തനാണ് അവരെ കൊണ്ടുവരുന്നത്. ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഒരു 4:30 5:30 6 ആകുമ്പോഴേക്കും കംപ്ലീറ്റ് തകിടം മറിഞ്ഞു പോയി. ബഹളം എന്ന് പറഞ്ഞാൽ ഇടിവെട്ടാണോ മഴയാണോ എന്താണെന്ന് ഒരു പിടുത്തവും ഇല്ല. എന്തൊക്കെയോ ഇവിടെ നിന്നൊക്കെയോ പറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണ കണ്ട്. തൊട്ടപ്പുറത്തതേ കവുങ്ങ് വീണു, മുമ്പിൽ പ്ലാവ് വീണു, ഒന്നും പറയണ്ട. ആകെ ഒരു ബഹളം. മുകളിൽ നിന്ന് നോക്കിയപ്പോൾ കട്ടളയമെന്ന് ഇങ്ങനെ ശീതലടിച്ചിട്ട് വെള്ളം അകത്തേക്ക് കയറി തുടങ്ങി. അങ്ങനെ മൊത്തത്തിൽ ആകെ ഒരു തിക്കും തിരക്കായിരുന്നു. അങ്ങനെ കറണ്ട് പോയി. പിന്നെ ഡിമ്പിളും മമ്മീനെയും ആനിയാൻ്റീനെയും ചട്ടിക്കടയിൽ നിർത്തി ഡോൺ ആൻസനും തോമും പാച്ചും കൂടിയിട്ട് പാലക്കാട്ടേക്ക് പോയി. ഡിമ്പിളും മാത്തനും കൂടിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. ബ്ലോക്ക്. ഞങ്ങളിതേ എത്തി, ഗേറ്റ് തുറക്കുമെന്ന് പറഞ്ഞ ആൾക്കാർ 1 മണിക്കൂറായിട്ട് കാണാണ്ടായപ്പോഴാണ് വിളിച്ച് ചോദിച്ചപ്പോൾ ഏതിലേക്കോ വഴി തെറ്റി. അതായത് 3 മറ്റേ എന്താ പറയുക പോസ്റ്റ് നമ്മളുടെ വരിയിൽ തന്നെ വീണുണ്ട്. കുറേ മറ്റേതും വീണേക്കണു, നമ്മുടെ മരങ്ങൾ കുറേ വീണേക്കണു. ആകെ എന്താ പറയുക, ഇടിയും മിന്നലും. എനിക്കറിയില്ല ഒരു അരമണിക്കൂർ കൊണ്ട് എന്തൊക്കെയാണ് ഉണ്ടായെന്നുള്ളത്. ഇടിവെട്ടെന്ന് പറഞ്ഞാൽ അതിപ്പം മിന്നൽ കണ്ടു, ഭയങ്കര മിന്നൽ. വാതിലുകൾ ഇങ്ങനെ പടപടപടാന്ന് അടിക്കുക. പട്ടികൾ പേടിച്ചിട്ട് എന്താ പറയുക, അവരൊക്കെ കുതിർന്നു. കാരണം ശീതല അതുപോലെയുള്ള ശീതലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അവിടങ്ങളിലൊക്കെ ഇത് ഉണ്ടായോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ എന്താ പറയുക, കുറേ ഭാഗ്യത്തിൽ ചാക്കോച്ചൻ വലിയ കുഴപ്പമില്ലാണ്ട് അവിടെ ഇരുന്നു. ഡിവൈനും ഡാഡിയും മുകളിൽ കയറി അവിടെ തുടയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നു. ഞാനിവിടെ താഴത്ത് ചാക്കോച്ചനെ നോക്കിയിരുന്നു. സിറ്റ് ഔട്ടിലൊക്കെ കണ്ടില്ലേ, നിറച്ച് വെള്ളവും ഇലയും, ആകെ ഒരു ബഹളം. അപ്പം ഞങ്ങൾ പറയായിരുന്നു, ഇപ്പോൾ ഈ ഭൂകമ്പം ഉണ്ടാവുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഉരുൾപൊട്ടലുണ്ടാവുന്ന സ്ഥലത്തൊക്കെ നമുക്ക് സങ്കല്പിക്കാവുന്നതുള്ളൂ. കാരണം ഒരു ചെറിയൊരു മഴയും കാറ്റും വന്നപ്പോഴേക്കും നമ്മുടെ ചട്ടികളും ചുറ്റും ഇപ്പോൾ വീടിന് ചുറ്റുമുള്ള എല്ലാതും പറന്നുപോയി, താഴെ വീണ് പൊട്ടി, അങ്ങനെ കുറേ നാശനഷ്ടം ഉണ്ടായി. പിന്നെ അകത്തേക്ക് വെള്ളം കയറി വരിക, അങ്ങനെയുള്ളത്. അപ്പോൾ നമുക്കറിയാലോ വലിയ ഒരു ഉരുൾപൊട്ടൊക്കെ ഉണ്ടാകുമ്പോഴുള്ള അവസ്ഥ.
അങ്ങനെ ഞങ്ങൾ ഡിമ്പിളിനെയൊക്കെ കാത്ത് കുറേ നേരം നിന്നെങ്കിലും കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ അവരെത്തിയത്. പക്ഷേ മമ്മിയും ആനിയാൻ്റെയും വഴിയിൽ പെട്ടു. അവർ എന്താ പറയുക, ഒരു ഓട്ടോ വിളിച്ച് എവിടെയോ വന്ന് നിന്നു. അത് കഴിഞ്ഞ് ആൻസനും ഡോണും പിള്ളേരും കൂടി സേഫായിട്ട് സിദ്ധുവിൻ്റെ വീട്ടിൽ പോയിട്ട് ആൻസൻ അവിടെ ആക്കി മടങ്ങി. പിന്നെ ഇവിടെ നിന്ന് മാത്തൻ ഡിമ്പിളിനെ ഇറക്കിയിട്ട് മടങ്ങിപ്പോയി. അവിടെ നിന്ന് അവരെയും കൂട്ടി മടങ്ങിയിട്ടുണ്ടാവും, എത്തിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഞങ്ങൾ പറഞ്ഞു വെള്ളമൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക, കാരണം കറണ്ട് ഇല്ലാത്തതാണ്. ഇനിയിപ്പോൾ ഏത് നേരത്താണ് ടാങ്കിൽ വെള്ളം വറ്റുകയെന്ന് പറയാൻ പറ്റില്ല. ഇൻവെർട്ടർ ഉണ്ടെങ്കിലും അതൊരു പരിധി വരെ കുട്ടികളുള്ളതല്ലേ, ഫാനും ലൈറ്റും അല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞ് പിന്നെ എന്താ പറയുക, വേറൊരു അന്തരീക്ഷമായിരുന്നു നമ്മുടെ വീട്ടിൽ കേട്ടോ. എല്ലാവരും കൂടി ഒരു റൂമിൽ നിന്ന് മാക്സിമം ലൈറ്റ്, കാരണം ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ എന്ന് വരും എന്നുള്ളത് അറിയില്ല കറണ്ട് നാളെ, കാരണം 4-5 പോസ്റ്റ് വീണ് കിടക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ വേഗം അക്കയെ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, നമ്മളുടെ ഈ വശത്തുണ്ടായ നാശനഷ്ടമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല, മാടക്കത്ര മണ്ണുത്തി ഈ വശമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ എന്താ പറയുക, അപ്പോൾ ഡിമ്പിൾ വരുമ്പോൾ അവിടുന്ന് റൈഡ് ഓൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കുള്ള. അവിടെ കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു വണ്ടിയും 3 ആളും കൂടിയിട്ടാണ്. എന്നാൽ പിന്നെ ഒന്നിച്ച് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇങ്ങനെ വെറുതെ കിടക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 ആൾക്കും ഭയങ്കര സന്തോഷം. അപ്പോൾ ഇവരറിയാണ്ട് ഇട്ടതാട്ടോ ഒരുപോലത്തെ ഡ്രസ്സ്, പാച്ചും തോമും. ഇവർക്ക് മീഷോന്ന് കൊണ്ടുവന്നിട്ടുള്ള സെറ്റിലത്തെ ഒന്നാണ്. 3 സെറ്റ് കൂടിയിട്ട് ഒരു പാക്ക് കോംബോ ഓഫ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 3 ആളും ഹാപ്പിയായി. 3 ആൾക്കും ഓരോ വണ്ടിയും ഒരേ കോലുമിഠായും കൊടുത്തപ്പോൾ അവർ ഹാപ്പി ആയിട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും കൂടി ഒരു മുറിയിൽ നിൽക്കുന്ന ഒരു അന്തരീക്ഷമാക്കി മാറ്റി നമ്മൾ, അല്ലാണ്ട് ശരിയാവില്ല. കാരണം ഏത് നേരത്താണ് കറണ്ട് പോയി കഴിഞ്ഞാൽ ഈ കുട്ടികൾ അറിയാമല്ലോ, കുഞ്ഞുങ്ങളുള്ള വീടാണ്, അവർക്ക് ചൂട് പറ്റില്ല, AC ഓൺ ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ഒരു തിക്കുമുട്ടായിരുന്നു. അങ്ങനെ അവരുടെ കളിയും ബഹളങ്ങളൊക്കെ നോക്കി ഞങ്ങൾ ഇരുന്നോടുത്തിരുന്നു. അപ്പോൾ ഞങ്ങൾ പറയാറുണ്ട് എന്തോരം നന്നായി ഉച്ചയ്ക്ക് ആ ഭക്ഷണം വെച്ചതെന്ന്. പക്ഷേ ഉഴുന്നരച്ച് പകുതിയുമേ നിൽക്കുക. അപ്പോൾ ഞങ്ങൾ നേരെ അത് കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചു, കാരണം ഇനി കറണ്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയില്ലല്ലോ. അപ്പോൾ ആദ്യം ട്രിപ്പാവുക ചെയ്തിരുന്നത്, പക്ഷേ പിന്നീട് അത് ഫുള്ളായിട്ട് പോവുക ചെയ്തേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ചപ്പാത്തി മാത്രം ഉണ്ടാക്കി, കറികളുള്ള കാരണം വേറെ ഒന്നും ചെയ്തില്ല. അപ്പോൾ സാധാരണ നിങ്ങളെൻ്റെ കിച്ചൺ കാണാൻ ഭയങ്കര ക്ലീനായിട്ടാണ്, പക്ഷേ നമ്മൾ ക്ലീൻ അല്ലെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെയാണ് എന്ന് കാണിക്കാനാണ് ഞാനിപ്പോൾ ഇതെടുത്തത്. ഇങ്ങനെയാണ് ഇന്ന് ഞങ്ങൾ കിടന്നുറങ്ങണത് കണ്ടോ. 11:10. കാരണം നമ്മൾ സാഹചര്യം അനുസരിച്ച് നീങ്ങാണ്ട് വയ്യ. ഞങ്ങൾ ഈ പാത്രങ്ങൾ മുഴുവൻ കഴുകിയിട്ട് നിൽക്കണേന്ന് വെച്ചാൽ ഇതിപ്പോൾ 5 മണി തൊട്ടുള്ളതുണ്ട്, കഴുകിയിട്ട് വെള്ളം പോയിട്ട് നാളെ മേലേക്ക് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ സാഹചര്യം അനുസരിച്ച് ഇന്ന് ഒതുക്കിയാൽ അത് വെള്ളം മുഴുവൻ കഴിയും, നാളേക്കൊന്നും കിട്ടില്ല. അപ്പോൾ ചെയ്യേണ്ട പണി എങ്ങനെയാണെന്ന് വെച്ചാൽ അതവിടെ ഇട്ടു. നാളെ കറണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ വെള്ളം ഉണ്ടെന്ന് ടാങ്കിൽ പോയിട്ട് നമുക്ക് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മളുടെ പരിയപ്പുറവും നടപ്പുറമൊക്കെ നിങ്ങൾ സാധാരണ കാണാറുണ്ട് ഫുൾ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളായിട്ട്. പക്ഷേ ഇന്നത്തെ അന്തരീക്ഷമാണ് ഇപ്പോൾ ഈ കണ്ടത്, അന്ധകാരമാണ്, ചുറ്റും അന്ധകാരമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഇടല് മുടക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യണത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണം. അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ.